ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബി എൻ അസ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അഡ്വക്കേറ്റ് അസ്കർ, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു ഗുണ്ട പോലീസുകാരനെ ചവിട്ടിക്കൊന്നപ്പോൾ നമ്മളൊക്കെ വേദനിച്ചിരുന്നു. ഇപ്പോൾ ആ വേദന പത്തനംതിട്ടയിലെ പോലീസ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ രക്ഷാപ്രവർത്തനം നടത്തിയതാണോ അഡ്വക്കേറ്റ് അസ്കർ? അൽനമ്പൂരിൽ ഇപ്പോഴും കൊളോണിയൽ ഹാങ് ഓവർ മാറാത്ത കുറെ പോലീസുകാർ കേരള പോലീസിലുണ്ട്. അപ്പോ അവർ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസർക്ക് തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ആ ശവമാടത്തിലെ മണ്ണിന്റെ നനവ് പോലും മാറുന്നതിന് മുമ്പ് ആണ് നാം ഇപ്പോ പത്തനംതിട്ടയിൽ കണ്ടിട്ടുള്ളത്. ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രശ്നമല്ലെന്ന്. കേരള പോലീസിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. അവരെ ഇങ്ങനെ ഗുരുതരമായി ഇത്തരം പെരുമാറ്റങ്ങൾ നടത്തുന്ന ആ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞുപിടിച്ച് പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. ആ ക്രിമിനലുകളെ പോലീസ് സേനയെ വെച്ചോണ്ടിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഇടതുപക്ഷ നയത്തിന് വ്യതിയാനമായി പോലീസ് സേനയിൽ അതെങ്ങനെയാ നാളെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് പ്രൊമോഷൻ കൊടുക്കും? അതാണല്ലോ കേരള പോലീസിന് നേതൃത്വം നൽകുന്നവർ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ അതാണല്ലോ ചെയ്തത്. നമുക്കറിയാലോ, വാളയാർ പെൺകുട്ടികൾ അവരുടെ ദുരൂഹ മരണം അത് അന്വേഷിച്ച സോജൻ, ആ കുട്ടിയുടെ അമ്മ സോജനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. സോജൻ ഇപ്പോൾ IPS കാരനാണ്. ആരാ IPS കൊടുത്തത്? ഞാനോ നിങ്ങളോ അല്ല, ആഭ്യന്തര വകുപ്പ്. ഇതാണല്ലോ, ഇത്തരത്തിലാണല്ലോ പ്രോത്സാഹനം നൽകുന്നത്. ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കേണ്ട സ്ഥാനക്കയറ്റങ്ങളെയും സ്ഥാനമാനങ്ങളെയും സംബന്ധിച്ച് നിയമം കൃത്യമായി അനുശാസിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതിന് സർക്കാരിന് ബാധ്യതയുണ്ട്. ഇല്ല, എനിക്ക് വിയോജിപ്പുണ്ട്. അതിൽ വിയോജിപ്പുണ്ട്. ക്രിമിനലായ ഒരു ഉദ്യോഗസ്ഥന് IPS കൊടുക്കണമെന്ന് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ സർ? അങ്ങനെയല്ല. ക്രിമിനലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സേനയിൽ നിന്ന് പിടിച്ചു പടിക്ക് പുറത്ത് കളഞ്ഞ ചരിത്രമുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്. എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടെന്നറിയാമോ? അപ്പോ അത്തരത്തിൽ പിരിച്ചുവിടുന്നതിന് ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ആ ഇടതുപക്ഷ സർക്കാർ ഇതിന്റെ ഭാഗത്ത് നിന്ന് ഇടതുപക്ഷ പോലീസ് നയം നടപ്പിലാക്കുന്നതിന് പകരം ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ തുനിഞ്ഞാൽ ഇപ്പോ ആ SIക്ക് സസ്പെൻഷൻ മാത്രമാണ്. അന്വേഷണ വിധേയമായി ബാക്കി നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ സേനയ്ക്ക് പുറത്തു പോകേണ്ട ആളാണെങ്കിൽ അയാൾ സേനയ്ക്ക് പുറത്തു പോയിരിക്കും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അതിനൊക്കെ മടിയില്ലാത്ത നടപടി എടുക്കുന്നതിന് ആർജവും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷത്തിൻ്റെത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവം നിങ്ങൾ പറയുന്നു. ഇപ്പോ വാളയാർ സംഭവം പറഞ്ഞു. വാളയാർ സംഭവത്തിൽ CBI ഒരു കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ അതിലെ പരാതിക്കാരി പോലും പ്രതിയാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടത്തിയിട്ടുള്ള എത്ര കേസുകൾക്ക്, അതിക്രമങ്ങൾക്കെതിരെ അതിൽ കൃത്യമായ നടപടിയെടുത്തുകൊണ്ട് ശിക്ഷിച്ച ആ പ്രതികളെ ജയിലിൽ സമയബന്ധിതമായ അന്വേഷണം പൂർത്തീകരിച്ച് ജയിലിനുള്ളിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആലുവയിലെ പെൺകുട്ടിക്ക് നേരെ നടന്നിട്ടുള്ള പീഡനം, അതിനെ തുടർന്ന് നടന്നിട്ടുള്ള കൊലപാതകവും, അതുപോലെ എത്ര കേസുകൾ ഇടതുപക്ഷ കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിലുള്ള കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ സമയബന്ധിതമായി 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം കൊടുക്കുകയും സമയബന്ധിതമായി അതിന്റെ ഫൈനൽ കേസ് നടത്തി ആ കേസിലെ പ്രതികളെ ശിക്ഷിപ്പിക്കുന്നതിലുള്ള ആർജവം കാണിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ പോലീസ് സേനയിൽ ഏതെങ്കിലും കുറുക്കന്മാർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവർ സൂക്ഷിച്ചിരിക്കുക. അവരെ കണ്ടെത്തുന്നതിനും അവരെ സേനയ്ക്ക് പുറത്താക്കുന്നതിനും സേനയുടെ സൽപ്പേരിന് ഏതെങ്കിലും തരത്തിൽ ദോഷം ഉണ്ടാക്കുമെങ്കിൽ അവരെ ഈ സേനയിൽ വെക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അല്ല, നേരത്തെ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചത് കണ്ടല്ലോ. പത്തനംതിട്ടയിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നിരുന്ന ഒരു +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. എന്നിട്ട് അയാൾക്കെതിരെ നടപടി എടുത്തില്ലല്ലോ. അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായ വിവരങ്ങളില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയും ഇതോടൊപ്പം തന്നെ പരിഹരിക്കുന്നേ. ആ പരാതിയിൽ സത്യസന്ധത, അങ്ങനെ ഒന്നും കുട്ടികളെ തല്ലിയിട്ട് ഒരു പോലീസ് നിയമന്മാരും അങ്ങനെ ചട്ടമ്പിത്തരം കാണിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഈ ഗവൺമെന്റിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതിന് വേണ്ടി കൃത്യമായി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നുണ്ട് എന്ന് കൃത്യമായി ഗവൺമെന്റിനും അറിയാം, ഇടതു മുന്നണിക്കും അറിയാം. അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴും യൂണിഫോം ഇടാൻ പറ്റാതിരിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളെ ലോക്കൽ പോലീസിൽ ഇരുത്താതെ സ്പെഷ്യൽ യൂണിറ്റുകളിലേക്ക് മാറ്റിയ ചരിത്രം ഈ ഗവൺമെന്റിനുണ്ട്. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അവരുടെ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തികൾ നോക്കിയിട്ടാണ്. മിടുക്കന്മാരായിട്ടുള്ള ഓഫീസർമാർ കേരള പോലീസിലുണ്ട്. അഡ്വക്കേറ്റ് അസ്കർ, മിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവർ പലരും ഈ ലോ ആൻഡ് ഓർഡറിൽ അവരെ ഇരുത്താതെ അവരെ പുറത്ത് ഇരുത്തുന്നതും ഈ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. നോക്കൂ, ഇവിടെ പാർട്ടി ഓഫീസാണല്ലോ തീരുമാനം എടുക്കുന്നത്. ആ ഏരിയയിൽ ആരൊക്കെ വേണം, പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുന്ന ഉദ്യോഗസ്ഥനെ നിയോഗിക്കുക. അതാണല്ലോ നാം കാണുന്നത്.
ഇത് 1957 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ പാർട്ടിയുടെ സ്ലീപ്പിംഗ് സെല്ലുകളാണ് പോലീസ് സ്റ്റേഷനിൽ നിയന്ത്രിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഉള്ള ആക്ഷേപം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് അത്തരത്തിൽ പാർട്ടി ഓഫീസ് അല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയാണ്. ആഭ്യന്തര വകുപ്പ് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജനപക്ഷത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലീസ് സേന വലിയ തോതിൽ നവീകരിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. യൂണിഫോംഡ് ഫോഴ്സ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല. മാധ്യമങ്ങളെ കാണാനുള്ള അവകാശമില്ല. പക്ഷെ പലപ്പോഴും അതിന്റെ സത്യസ്ഥിതി മനസ്സിലാക്കുന്നത് ഇത്തരം ആരോപണങ്ങളൊക്കെ വന്നു കുറെ കഴിയുമ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും പോലീസ് സേനയെ നമുക്ക് കുറ്റം പറയേണ്ടി വരുന്നത്. അവരെ മുറയിൽ തകർക്കുന്ന തരത്തിൽ, അവരെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇങ്ങനെ വലിച്ചെടുക്കുക. കാര്യം നാം കണ്ടതാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണം, അതിന്റെ തീരാ നഷ്ടം സേനയ്ക്കും അതുപോലെ അവരെ കുടുംബാംഗങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം. അപ്പോൾ അങ്ങനെ പോലും തന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇറങ്ങി ഇടപെടാൻ കഴിക്കുന്ന ധൈര്യവും ആർജവുമുള്ള ആളുകൾ ഇപ്പോഴും ഈ പോലീസ് സേനയിലുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ശ്യാമപ്രസാദ്മാർ ചേർന്നാണ് ഈ സേനയെ കെട്ടിപ്പടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള, അവരെ അഭിനന്ദിക്കാനുള്ള ഒരു ധൈര്യം കൂടി കാര്യത്തിൽ ശ്രീ അനിൽ നമ്പ്യാർ കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞാൻ എപ്പോഴും നല്ല ഉദ്യോഗസ്ഥരെ അവരെ അഭിനന്ദിക്കാറുണ്ട്. പലരെയും വ്യക്തിപരമായി ടെലിഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്, നല്ല ഉദ്യോഗസ്ഥരെ. അതേസമയം തെറ്റ് ചെയ്യുന്നവരെ, ഇതുപോലുള്ള കാട്ടാളന്മാരെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്, അവരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്.